ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി. ഇന്ന് നിയമസഭയിൽ ഈ വിഷയത്തിൽ വളരെ വിശദമായി തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി പറഞ്ഞു. ആരോഗ്യ സിസ്റ്റം തകരാറിലാണെന്ന് പറഞ്ഞ് കൈയൊഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും തുടർക്കഥയാവുന്ന ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഭവമൊക്കെ അതിഗുരുതരമായ അനാസ്ഥയാണെന്ന് പറയേണ്ടി വരും. അവിടെ ഒരു വണ്ടി അപകടത്തിൽപ്പെട്ട് എത്തിയ ഒരാളുടെ കാലിൽ പുഴുവരിക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണല്ലോ അർത്ഥം. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. എന്തെങ്കിലും മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ടോ? ഇന്നത്തെ നടപടികൾ എന്തൊക്കെയാണ്? തീർച്ചയായും ശ്രീജ, ഇത്രയും വേഗത്തിൽ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്ന് തുടക്കത്തിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ച് അങ്ങനെയായിരുന്നല്ലോ. അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആരോഗ്യമന്ത്രി ഒരു അന്വേഷണ സമിതിയെ ഏർപ്പാടാക്കുകയും ഇത് 48 മണിക്കൂറിനുള്ളിൽ തനിക്ക് റിപ്പോർട്ട് വേണമെന്ന് പറയുകയും ചെയ്തത്. അങ്ങനെ ഇന്നലെ രാത്രി ഒരു 7 മണിക്കുള്ളിൽ തന്നെ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകാനായി ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ രീതിയിലുള്ള പരിഗണനയും പരിചരണവും ഈ രോഗിക്ക് ലഭിച്ചിരുന്നില്ല എന്ന് ആ റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയാണ്. കൃത്യമായ രീതിയിൽ രോഗിയുടെ മുറിവ് പരിശോധിച്ചില്ല, അത് ക്ലീൻ ആക്കിയില്ല, അത് കെട്ടിവെച്ചില്ല എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുള്ളൂ, ഒരു രോഗിയുടെ, അതും ഓപ്പറേഷൻ കഴിഞ്ഞ് കാലിൽ കമ്പിയിട്ട് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയാണ്. അയാളുടെ കാലിലെ മുറിവിൽ മുഴുവൻ പുഴുവരിച്ച് അത്രയും ദയനീയമായ ഒരവസ്ഥയിൽ, ദുർഗന്ധം വമിക്കുന്ന, അയാൾ അത്രയും വേദന സഹിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ രോഗിക്ക് അപ്പോൾ നമുക്കറിയാം, അത് കാലിൽ കമ്പിയിട്ടൊക്കെ കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് കാലിൽ എന്താണ് പറ്റിയതെന്ന് നോക്കാൻ പറ്റിയെന്നൊരു അവസ്ഥയായിരുന്നില്ലല്ലോ. പിന്നീട് വാർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ബന്ധുക്കൾ ഇത് കാണുന്നത്. അതായത് കെട്ടിൽ നിന്നും പുഴുക്കൾ അടർന്നു വീണുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ചെന്ന് ഡോക്ടറെ അറിയിച്ചപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് തൊട്ട് ഡോക്ടറെ വിളിക്കുകയാണ്, ഒന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട്. രാത്രി 8 മണിക്ക് ശേഷമാണ് ഒരു ഡോക്ടർ വന്ന് ഇത് പരിശോധിക്കുന്നതും 1.5 മണിക്കൂർ എടുത്ത് ക്ലീൻ ആക്കുന്നതും. ആ 1.5 മണിക്കൂർ സമയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത്രത്തോളം ആ മുറിവ് മോശം ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ, എന്തിന് 2 ദിവസം കൊണ്ടോ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ആ കാലിലെ മുറിവ് പോകില്ല. അതിനർത്ഥം ഈ ICUവിൽ കഴിഞ്ഞ അത്രയും ദിവസം വേണ്ട പരിചരണവും പരിഗണനയും ഈ രോഗിക്ക് ലഭിച്ചിരുന്നില്ല. അതെന്തായാലും അന്വേഷണ സമിതിക്ക് വ്യക്തമായിട്ടുണ്ട്. അന്ന് ഡ്യൂട്ടിയിൽ റൗണ്ട്സിലുണ്ടായിരുന്ന ഡോക്ടർ മാത്രമല്ല, മറ്റു ജീവനക്കാർക്കെതിരെയും ബന്ധുക്കൾ പരാതി പറഞ്ഞിരുന്നു. കാരണം ഇവർ കാര്യം പറയാൻ ചെന്നപ്പോഴത്തേക്കും വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടുകൊണ്ടും അവഗണനയോടുമൊക്കെ കൂടിയാണ് സംസാരിച്ചതെന്ന്. അത്തരത്തിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ, ഇതിൽ മറ്റാരെങ്കിലും പഴി ചുമത്തപ്പെടേണ്ടതുണ്ടോ എന്നറിയാൻ വേണ്ടി മറ്റൊരു വിദഗ്ധ സമിതിയെ കൂടി ഏർപ്പാടാക്കുന്നുണ്ട്. അവരുടെ ഒരു രീതിയിലും കൂടി, ആ ഒരു ലെവലിൽ കൂടി ഒരു അന്വേഷണം നടക്കും. അതിനുശേഷമാകും കൃത്യം എത്ര പേർക്ക് ഇതിൻ്റെ പേരിൽ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ലഭിക്കുന്നു. കാരണം ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും കൃത്യമായ രീതിയിൽ കൗൺസിലിംഗ് നടക്കും, അതിനുശേഷം മാത്രം ജോലിയിൽ പിന്നീട് പ്രവേശിച്ചാൽ മതിയെന്ന്. അതുകൂടാതെ ഏറ്റവും കുറ്റക്കാരാണോ അവർക്ക് തക്കതായ ശിക്ഷ. അതിപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്നോണം അന്ന് ഡ്യൂട്ടിയിലുണ്ടായ ഡോക്ടർക്ക് സസ്പെൻഷൻ നൽകാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും സൂപ്രണ്ടിൻ്റെ കയ്യിൽ ആ ഒരു സസ്പെൻഷൻ ലെറ്റർ എത്തിയിട്ടില്ല. ഉടനെ തന്നെ അത് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റാരൊക്കെയാണ് ഇതിൽ കുറ്റക്കാരായിട്ടുള്ളതെന്നും കൂടെ കണ്ടുപിടിക്കാനുള്ള ഒരു നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീജ.